ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ. യൂട്യൂബിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു പുതിയ സൂത്രമാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാനിവിടെ 2 കവർ പാല് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത പാല് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടായ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് പിരിഞ്ഞ് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. അരിപ്പയുടെ മുകളിലേക്ക് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വിരിച്ചതിന് ശേഷം വേണം പാല് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ പാല് മുഴുവനും അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വിനാഗിരിയുടെ അംശമെല്ലാം കഴുകി കളയണം. അതിനായിട്ട് പച്ചവെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് 3 പ്രാവശ്യമെങ്കിലും ഇത് കഴുകണം. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ സോഫ്റ്റായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിതൊരു കോട്ടൺ തുണിയിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമുക്ക് ആ തുണിയുടെ 4 അരികും മടക്കിയെടുക്കാം. ഇതിനുള്ളിലെ വെള്ളത്തിൻ്റെ അംശം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി നമുക്കിതൊരു പ്ലേറ്റിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വയ്ക്കണം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല പനീർ ഇവിടെ റെഡി ആയിട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പനീറിനേക്കാളും സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ മസാല പനീർ. ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഈ മസാല പനീർ വെറുതെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇനി ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.